അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, വയുനസ്സിലു അലൈക്കും മിനസ്സമാഇ മാആ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മുത്ത റസൂൽ പറഞ്ഞാൽ ആകാശം മഴ തരൂലേ, ആകാശം മഴ തരൂലേ. ആരംഭ റസൂല് പറഞ്ഞാൽ എന്താണ് ലോകത്ത് കിട്ടാത്തത്? അതുകൊണ്ടല്ലേ റബീഉൽ അവ്വലിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സ്വലാത്ത് ഒരുപാട് ചൊല്ലിയിട്ട് മദീനയിലേക്ക് മനസ്സിനെ പറഞ്ഞു വിട്ടോ. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തപ്പോൾ ഖുർആൻ പറയുന്നു, വയുനസ്സിലു അലൈക്കും മിനസ്സമാഇ മാആ. ആകാശത്തിൽ നിന്ന് അല്ലാഹു പടച്ചതമ്പുരാ മഴ പെയ്യിപ്പിച്ചു കൊടുത്തു. മഴ പെയ്യാൻ തുടങ്ങി. എല്ലാവർക്കും വലിയ സന്തോഷമായി. കുറെ സഹാബികൾ വന്നിട്ട്, മഴയല്ലേ, അത് നിന്ന് പോയാ പിന്നെ വെള്ളം കിട്ടൂലല്ലോ, നിന്ന് പോയാ പിന്നെ വെള്ളം കിട്ടൂലല്ലോ. കുറെ സഹാബികൾ വന്ന് ആ മഴ വെള്ളത്തെ ഇങ്ങനെ തടഞ്ഞു വെക്കുകയാണ്. ഒരു ടാങ്ക് പോലെ, ഒരു ഹൗദ് പോലെ കെട്ടിയിട്ട് ഇങ്ങനെ തടഞ്ഞു വെക്കുകയാണ്. ആ സമയത്തതാ മുഹമ്മദ് കെട്ടിയിരിക്കുന്ന ഹൗദ് പൊളിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശത്രുക്കളുടെ ഭാഗത്തിരുന്ന് ഒരാൾ കടന്നു വരികയാണ്. ആരാണതെന്നറിയുമോ? ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് അതാ മഴ പെയ്തപ്പോ മുഹമ്മദും അനുയായികളും വെള്ളം ഇങ്ങനെ കെട്ടിവെക്കുകയാണ്. ആ ഹൗദ് പൊളിക്കണം, അതിൽ നിന്ന് വെള്ളം ഞാൻ കുടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഹക്കീം ഇബ്നു ഹുസാം എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾപ്പെട്ട ഒരാൾ കടന്നു വരികയാ. ഹക്കീം ഇബ്നു ഹുസാം കടന്നു വരികയാ. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഭാഗത്തിരുന്ന് ആ ഹൗദ് പൊളിച്ച് വെള്ളം കുടിക്കാറ് കടന്നു വരുമ്പോ സഹാബികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വാള് വലിച്ചു ഊരുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, എന്തിനാ വാള്, എന്തിനാണ് വാള്? സഹാബികൾ പറഞ്ഞു, നബിയേ, നബിയേ, ഹക്കീം ഇബ്നു ഹുസാമില്ലേ, ഹക്കീം ഇബ്നു ഹുസാമില്ലേ, അവന്റെ തലവെട്ടണം നബിയേ. ഇത്ര കഷ്ടപ്പെട്ടുകൊണ്ട് തങ്ങൾ ദുആ ചെയ്തിട്ട് കിട്ടിയ മഴയല്ലേ, ആ മഴയൊക്കെ തടഞ്ഞു വെച്ച ഹൗദല്ലേ, അത് പൊളിക്കാൻ വരുന്നവന്റെ തലവെട്ടുമെന്ന് പറഞ്ഞ് വാളൂരിയപ്പോ ആരംഭ റസൂല് പറഞ്ഞു, വേണ്ട, ഹക്കീമിനെ ഒന്നും ചെയ്യല്ലേ, ഹക്കീമിനെ ഒന്നും ചെയ്യല്ലേ. സഹാബികൾ പറഞ്ഞു, എന്തേ നബിയെ ഇങ്ങനെ പറയുന്നത്? യുദ്ധം പ്രഖ്യാപിച്ചില്ലേ, എന്തായാലും യവന്മാരെയൊക്കെ കൊല്ലണ്ടേ, പിന്നെ ഇങ്ങോട്ട് വന്ന് വെള്ളം കുടിക്കാൻ വരുമ്പോ അടിക്കണ്ടെന്ന് പറയാൻ നബിയെ എന്താ കാരണമെന്ന് ചോദിക്കുമ്പോ മുത്ത റസൂലിന്റെ കണ്ണ് നിറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്നേഹം മനസ്സിലാക്കാൻ എന്റെ പ്രിയമുള്ള മുസ്ലിങ്ങളെ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? എന്തുകൊണ്ട് കഴിയുന്നില്ല? സഹോദരിമാരെ, സ്വലാത്ത് ചെല്ലണം, ലക്ഷക്കണക്കിന് സ്വലാത്ത് ചെല്ലണം, ബൈത്തുകൾ ഓതണം, മദ്ഹുകൾ പാടണം. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്നേഹം തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങളെ എന്തിനു കൊള്ളാം? മുത്ത റസൂല് പറയുന്നു, ഹക്കീം ഇബ്നു ഹുസാമിനെ അടിക്കല്ലേ. എന്തേ കാരണമെന്നറിയോ? പ്രബോധനത്തിന്റെ കവാടങ്ങൾ കടന്നുകൊണ്ട് ഞാൻ കടന്നു വരുമ്പോ, ദാഹിച്ചവശനായിരിക്കുമ്പോ എനിക്ക് വെള്ളം തന്നവനാണ്, എനിക്ക് ഭക്ഷണം തന്നവനാണ്. അതുകൊണ്ട് ഹക്കീമിനെ ഒന്നും ചെയ്യണ്ട, എന്റെ ഹൗദിൽ നിന്നവൻ കുടിച്ചിട്ട് പോകട്ടെ. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്കൊരു സങ്കടമുണ്ടായാൽ കൂടെ കരയുന്ന, നിങ്ങൾക്കൊരു വിഷമമുണ്ടെങ്കിൽ എന്റെ നീലേശ്വരത്ത് വന്ന പെണ്ണെ, നിന്റെ മനസ്സൊന്ന് വിമ്മി പൊട്ടിപ്പോയ കൂടെ പൊട്ടുന്ന ഒരേ ഒരു മനസ്സ് മദീനയുടെ നായകനെ നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ മനസ്സിലൊരു ചെറിയ സങ്കടം വന്നാൽ നിന്നോടൊപ്പം സങ്കടപ്പെടുന്ന നായകനെ നബി മുഹമ്മദ് മുസ്തഫ. മാറ്റുവെങ്ങളെ, മനോമകരത്തിന്റെ ഉള്ളറയിൽ വെച്ചിരിക്കുന്ന എല്ലാ സിനിമാ നടന്മാര്, നടികള്, സീരിയൽ നടികള് ഒക്കെ വലിച്ചെറിയുക. എന്നിട്ട് ആരംഭ റസൂലിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക, ആരംഭ റസൂലിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ. ഹക്കീം ഇബ്നു ഹുസാമിനെ ഒന്നും ചെയ്യണ്ട. ആ സമയത്ത് ഹക്കീം ഇബ്നു ഹുസാം പറഞ്ഞു, പിന്നെ നിങ്ങളുടെ അനുവാദത്തോടു കൂടി വെള്ളം കുടിക്കാൻ ഞാൻ മടയനല്ലേ. ധൈര്യമുള്ള ഉമ്മാന്റെ മുലപ്പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ തടയടാ, ഞാൻ വെള്ളം ഹൗദ് പൊളിച്ചിട്ട് കുടിക്കാൻ പോവാ. ശത്രുക്കളുടെ പക്ഷത്ത് നിന്ന് അഹങ്കാരം തീരൂലല്ലോ, അഹങ്കാരം തീരൂലല്ലോ. ഹംസ റളിയല്ലാഹു തആല രംഗത്ത് വന്നു. മഹാനായ ഹംസ റളിയല്ലാഹു തആല രംഗത്ത് വന്ന്
അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ഈ വൃത്തികെട്ടവൻ കിടന്ന് ജാള്യത കാണിക്കുന്നത് കണ്ട് സഹിക്കാനാവാറെ പറഞ്ഞു. ഹംസ ചാടിയെടുത്തുടൻ അരടാ ശുചത്തുള്ളവോനി ഹൗദിൽ നിന്ന് കുടിപ്പവൻ ഞാൻ മറ്റൊരു വമ്പനുണ്ടെങ്കിൽ കണ്ടിടട്ടെ കുടിക്കുവാൻ ഞാനിരിക്കവെ ജിന്നു മിൻസിലു ഞാൻ വിധിച്ചതിലില്ല പോൽ. മഹാനാര ഹംസ റളിയല്ലാഹു അൻഹു പറയുന്ന വരണ ആരാ വരുന്നത്? ഞാൻ ജീവനോടെയുള്ളപ്പോ ഇസ്ലാമിന്റെ ശത്രുക്കളെ നിങ്ങളല്ല ജിന്നു പോലും ഇതിൽ നിന്ന് വെള്ളം കുടിക്കൂലോ. മഹാനാര ഹംസത്തുൽ കർറാർ ഞാൻ ജീവനോടെ ഉള്ളപ്പോ മനുഷ്യൻ കുടിക്കുന്ന പോയിട്ട് ജീവനോടെ ഉള്ളപ്പോ ജിന്നു പോലും ഇതിൽ നിന്നൊരു തുള്ളി വെള്ളം കുടിക്കൂല. പിന്നല്ലേ നിങ്ങൾ എന്തൊരു പവറാ! ചിന്തിച്ചു നോക്കി. ഉഹദിന്റെ മണ്ണിൽ പോയി നിൽക്കുമ്പോ ഈ പവർ മനസ്സിലേക്ക് വരണം. ഈ മനുഷ്യനെ കിടക്കുന്നു തോന്നണം. പറഞ്ഞു ധൈര്യമുള്ളെങ്കിലും വാടാ ഞാനിരിക്കവെ ജിന്നു മിൻസിലും ഞാൻ വിധിച്ചതിലില്ല പോൽ. ആരാ വരുന്നത്? ജിന്നു വന്നാലും ഞാൻ അനുവദിക്കൂലോ. എന്റെ ആരംഭ റസൂലിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാ ജിന്നു പോലും വന്നാ ഞാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനാര ഹംസ റളിയല്ലാഹു അൻഹു വന്നപ്പോ അതാ കുതിരപ്പുറത്ത് കയറിയിട്ട് ഒരാള് കടന്നു വരികയാ. ശത്രുക്കളുടെ ഭാഗത്തിലും ആരാന്നറിയോ? അസ്വദ് വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് അസ്വദ് വരികയോ. ഹംസ, ആൺകുട്ടികൾ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പക്ഷത്തുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അസ്വദ് വരികയാണ്. സുബ്ഹാനല്ലാഹ്, ചരിത്രം അത്ഭുതത്തോടെ നോക്കി നിന്ന് പോര മുഹൂർത്തമാണ്. അസ്വദ് കടന്നു വരുമ്പോ ഇസ്ലാമിന്റെ വീറിട്ട സിംഹമാകുന്ന മുത്ത് റസൂലിന്റെ വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ അകത്ത് കൊണ്ട് നടക്കുന്ന മഹാനായ ഹംസത്തുൽ കർറാർ, അറേബ്യൻ മണ്ണെന്നവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ അഭ്യസ്ത വിദ്യനായ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു അസ്വദും തമ്മിലെ പോരാട്ടം നടക്കുകയാ. ചിലി ശബ്ദം കേട്ടുകൊണ്ട് ജനങ്ങളെ കൽപുറപ്പെടുകയാ. ആദ്യം നടക്കുന്ന ചുവടുവെപ്പ് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു അസ്വദിനെ വെട്ടിയരിയുകയോ. ബദറിന്റെ മണ്ണിൽ അസ്വദിനെ വെട്ടിയരിയുകയാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ എത്ര ആളുകളെയോ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു വെട്ടിയിരുന്നത്. ഇസ്ലാമിന്റെ ശത്രുക്കൾ ആവേശത്തോടെ മുമ്പോട്ട് വരുമ്പോ ഇടത്തും വലത്തും മാറി ഹംസ റളിയല്ലാഹു അൻഹു കൈവീശുമ്പോ ആയിരക്കണക്കിന് ശത്രുക്കളുടെ ശിരസറ്റ് പോലെ കബന്ധങ്ങൾ യുദ്ധത്തിന്റെ മണ്ണിൽ തട്ടി ഉരുട്ടാൻ കഴിഞ്ഞെന്ന ചരിത്രം പറയുമ്പോ ബദർ പിന്നെ വല്ലാത്ത അത്ഭുതമല്ലേ. ഖുർആൻ പറയുന്നതെന്താ? വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ അൻതും അതില്ല. ഒന്നിനും കഴിവില്ലാതെ തുരുമ്പിച്ച വാള് പൊട്ടിയ വയറുമായി നിന്ന പാവപ്പെട്ട ബദറിന്റെ മക്കളെ അല്ലാഹു മലക്കുകളെ ഇറക്കി സഹായിച്ചെന്ന് പറയുമ്പോ എന്റെ കാഞ്ഞങ്ങാട് വന്ന ഇസ്ലാമിന്റെ ദൈവത്വമേ, ഫേസ്ബുക്കിലൂടെ അവരെങ്ങനെ പറഞ്ഞു, വാട്സപ്പിലൂടെ ഇവനെങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ മതത്തെ കുറിച്ച് ആശങ്ക വേണ്ട ചെറുപ്പക്കാരോ, കാഞ്ഞങ്ങാടുള്ള ഹൈന്ദവ സഹോദരങ്ങളോട് പറയുക, എന്റെ മുത്ത് ഹബീബിനെ കുറിച്ച് നിങ്ങളൊന്ന് തുറന്ന മനസ്സോടെ പഠിക്കുക. എന്റെ ദീനിനെ കുറിച്ച് നിങ്ങളൊന്ന് തുറന്ന മനസ്സോടെ പഠിക്കുക. പാവപ്പെട്ടവന്റെ പട്ടിണി മാറ്റിക്കൊടുക്കാൻ, അനാഥ മക്കളുടെ കണ്ണീരൊപ്പാൻ, സാധുക്കളുടെ മിഴിനീരൊപ്പാൻ, കിടക്കാണമില്ലാത്തവന് കിടക്കാണം കൊടുക്കാൻ, ലോകത്തിന്റെ നാനാഭാഗത്ത് സാഹോദര്യത്തിന്റെ വെള്ളരിപ്രാവുകളെ പറപ്പിക്കാനും വേണ്ടിയിട്ട് ആദർശശുദ്ധിയോടെ ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന താല്പര്യങ്ങളെ മറന്നു വെക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കഴിയില്ല. പാണക്കാട് കുടുംബത്തിലേക്ക് ചൊവ്വാഴ്ച ദിവസം കടന്നു ചെല്ലുന്നതാരൊക്കെയാ? മുസ്ലിങ്ങൾ മാത്രമല്ല ഈ നാട്ടിലെ രാജ്യത്തെ പാവപ്പെട്ട ഹൈന്ദവരും ക്രൈസ്തവരും ഒക്കെ ചെല്ലുകയാ. ഞങ്ങൾക്ക് വീടില്ല തങ്ങള്, എന്റെ മോൾക്ക് മക്കളില്ല തങ്ങള്, എന്റെ ഭർത്താവിന് കിടക്കാണമില്ല തങ്ങള്, എന്റെ അച്ഛന് ക്യാൻസറാണ് തങ്ങള് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമ്പോ ഈ അടുത്ത് പോലും ഞാൻ കണ്ടുപോയതാണ്. കാഞ്ഞങ്ങാട് വന്ന ഹൈന്ദവ സഹോദരങ്ങള്, നിങ്ങൾ കുത്തിയിരിക്കുന്ന ബാഴ്ച നിങ്ങൾക്ക് നിഷിദ്ധമല്ല, ഈ സ്ഥാപനം നിങ്ങൾക്ക് നിഷിദ്ധമല്ല. നെഞ്ചോട് ചേർത്ത് വെക്കുക. ഈ അടുത്ത സമയത്ത് പോലും ഞാൻ കണ്ടതാണ്, അച്ഛനും അമ്മയും തമ്മിൽ വടക്ക് കൂടി കിടക്കാണമില്ലാതെ തമ്മിലടിച്ച് ദേഷ്യം വന്നപ്പോ തിളച്ചു മറിയുന്ന എണ്ണയെടുത്ത് പൊന്നുമോളുടെ ശരീരത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാ. തിളച്ചു മറിയുന്ന എണ്ണ മോളുടെ ശരീരത്തിൽ ഒഴിച്ചു. ശരീരത്തിന്റെ പകുതിയോളം വെന്തുപോയി. കിടക്കാടമില്ലാത്തത് കൊണ്ട് അമ്മയും അച്ഛനും തമ്മിൽ തല്ലി. അതിന് ശരീരം വെന്തത് പൊന്നുമോൾ.
ആ പൊന്നുമോളുടെ വാരിയെടുത്തുകൊണ്ട് കവളത്ത് മുത്തം കൊടുത്തുകൊണ്ട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു അത്രേ, ഈ പൊന്നുമോൾക്ക് വേണ്ടി ഒരു ബൈത്തുർ റഹ്മ ഞാൻ വാഗ്ദാനം ചെയ്യും. കണ്ടോ, മുസ്ലിമാണോ? സ്കാരമുള്ളവരാണോ? അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണോ? അല്ല. ഹൈന്ദവ മതത്തിൽ ഒരു പാവപ്പെട്ട കുഞ്ഞ് തള്ളയും തന്തയും വീടില്ലാത്തതിന്റെ പേരിൽ തമ്മിലടിക്കുമ്പോൾ സങ്കടവും നൊമ്പരവും കൊണ്ട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആ വാഗ്ദാനം ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കണം എന്റെ കാഞ്ഞങ്ങാടുള്ള സഹോദരങ്ങൾ, അത് മനസ്സിലാക്കണം എന്റെ നീലേശ്വരത്തുള്ളവർ, അത് തിരിച്ചറിയണം എന്റെ കാസർഗോഡുള്ള സഹോദരൻ. അല്ലാതെ എന്തെങ്കിലും കേൾക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് കേരളത്തിന്റെ തനതായ മൂല്യത്തെ നശിപ്പിക്കാൻ നിങ്ങൾ രംഗത്ത് വരരുത്.